ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ കർക്കിടക മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ്. ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, കർക്കിടക മാസത്തിലെ ഞായറാഴ്ചകളും വെള്ളിയാഴ്ചകളും ചൊവ്വാഴ്ചകളും ഒക്കെ വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണ് എന്നുള്ളത്. അതിൽ തന്നെ കർക്കിടക മാസത്തിലെ ആദ്യ ചൊവ്വ എന്ന് പറയുന്നത് ദേവിക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ്. അത്രമാത്രം പ്രാധാന്യമാണ് കർക്കിടക മാസത്തിലെ ചൊവ്വാഴ്ചകൾക്ക്. നാളത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. എല്ലാവർക്കും അറിയാം, ഭഗവാൻ മുരുകൻ്റെ ദിവസമാണ്. നാളെ നമ്മൾ ദേവിയെയും പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, നാളെ ചൊവ്വാഴ്ച വരുന്ന പ്രദോഷമാണ്. ഭൗമ പ്രദോഷം എന്നറിയപ്പെടുന്ന ചൊവ്വ പ്രദോഷമാണ് നാളെ. അപ്പം അച്ഛനെയും അമ്മയെയും മകനെയും ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ കിട്ടിയിരിക്കുന്ന വളരെ അസുലഭമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. മഹാദേവനെയും പാർവതീദേവിയെയും മുരുകഭഗവാനെയും ഒന്നിച്ചിരുത്തി നമ്മൾ നാളെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന എന്തായാലും അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു തരും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, ഇത് ഏറ്റവും നല്ലത് ഇത് വഴിപാടായിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ ചെയ്യാനാണ്. ക്ഷേത്രത്തിൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക്, അടുത്ത ദേവീക്ഷേത്രം ഇല്ലാത്തവർക്കൊക്കെ വീട്ടിൽ ചെയ്യാം. അതുകൂടാണ്ട് തന്നെ നാളെ ഞാൻ പറഞ്ഞു, ഈ 3 പേർക്കും വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ദിവസമായതുകൊണ്ട് തന്നെ നാളെ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടുന്ന ഒരു ചെറിയ പ്രാർത്ഥനയും കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിനോടൊപ്പം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് നാളെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നാളത്തെ ദിവസം ആദ്യം തന്നെ ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ആയിട്ട് നാളെ നോൺ വെജ് കഴിക്കുന്നത് ഒഴിവാക്കണം. നിങ്ങൾക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നാളത്തെ ദിവസം ഞങ്ങൾ സങ്കല്പം ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ദാമ്പത്യപരമായിട്ടുള്ളതായിരിക്കാം, അങ്ങനെയല്ല ജോലി സംബന്ധം, ധനസംബന്ധം, എന്തുമായിക്കൊള്ളട്ടെ, ആ ഒരു പ്രശ്നം തീരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സങ്കല്പം നാളെ എടുക്കുകയാണ്. ഈ കർക്കിടകത്തിലെ ഇത്രയും ചൊവ്വാഴ്ചകളിൽ ഞാൻ എൻ്റെ ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരിഹാരം ചെയ്തേക്കാം. കർക്കിടക മാസം തീരും മുൻപ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം എന്നുള്ളതാണ് നമ്മൾ രാവിലെ എടുക്കുന്ന സങ്കല്പം. അത് നിങ്ങളുടെ വീട്ടിലെ ശിവകുടുംബ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിലെ പാർവതീ ദേവിയെ നോക്കി പ്രാർത്ഥിക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ദുർഗാദേവിയുടെയോ വാരാഹി അമ്മയാണെങ്കിലും മതി. ആ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ നിങ്ങളൊരു ദീപം കൊളുത്തി വെച്ചിട്ട് നമ്മളൊരു സങ്കല്പം ചെയ്യുന്നു. ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേ കാര്യം ക്ഷേത്രത്തിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ ഒരു പാക്കറ്റ് കുങ്കുമം വാങ്ങിക്കുക. അത് നല്ല കുങ്കുമമായാൽ അത്രയും നല്ലതാണ്. നല്ല സ്മെല്ലൊക്കെയുള്ള നല്ല കുങ്കുമമാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള പൂജാ സ്റ്റോറിൽ കിട്ടുന്ന കുങ്കുമം, അതെന്താണെങ്കിലും അത് ഒരു പാക്കറ്റ് മേടിച്ച് ഇപ്പോൾ ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കറ്റ് കുങ്കുമവുമായിട്ട് വാങ്ങിച്ച് നേരെ ക്ഷേത്രത്തിൽ പോകുക. ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ചെന്ന് നാളത്തെ ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ആയതുകൊണ്ട് അമ്മയ്ക്ക് നാരങ്ങാമാല സമർപ്പിക്കാൻ പറ്റിയാൽ വളരെയധികം ഉത്തമമാണ്. അപ്പം ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നാരങ്ങ കിട്ടുമെന്നുണ്ടെങ്കിൽ ആ നാരങ്ങാമാല വാങ്ങിച്ച് അതും കുങ്കുമവുമായിട്ട് പോകാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇന്ന് തന്നെ നാരങ്ങ 18 എണ്ണം വാങ്ങിച്ച് വീട്ടിലത് കോർത്ത് അതുമായിട്ട് നാളെ ക്ഷേത്രത്തിൽ പോകാവുന്നതാണ്. എന്നിട്ട് ശ്രീകോവിലിൻ്റെ മുൻപിൽ ചെന്ന് ഈ ഒരു നാരങ്ങാമാല ആദ്യം തന്നെ അമ്മയ്ക്ക് അങ്ങ് സമർപ്പിച്ചേക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കുങ്കുമ പാക്കറ്റ് ഉണ്ടല്ലോ, അത് കയ്യിൽ പിടിച്ച് ആ ക്ഷേത്രത്തിലെ ദേവീ സാന്നിധ്യം ആരാണെങ്കിലും ആ ദേവിയുടെ പേര് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഭദ്രകാളിയാണോ, ദുർഗാദേവിയാണോ, ഭഗവതിയാണോ, ഏത് ക്ഷേത്രമാണെങ്കിലും ആ ക്ഷേത്രത്തിലെ ദേവിക്ക് ഒരു പേരുണ്ടാകുമല്ലോ. ഇപ്പോൾ ആറ്റുകാലാണെന്നുണ്ടെങ്കിൽ ആറ്റുകാൽ അമ്മ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ആ ദേവി പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതായത്, ദേവി, എൻ്റെ ഈ ഒരു ആഗ്രഹം ഞാൻ അമ്മയോട് പറയുകയാണ്. ഞാൻ ഇത്ര ആഴ്ച, അതായത് ഈ കർക്കിടക മാസത്തിൽ എത്ര ചൊവ്വാഴ്ചയുണ്ടോ നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്ന ആ ഒരു കണക്ക് ഒഴിവാക്കിയിട്ട്, അതായത് ആകെ ടോട്ടൽ 4 ചൊവ്വയാണോ ഉള്ളത്. അപ്പോൾ ഒരു 3 ചൊവ്വ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. അപ്പം ഈ ഒരു 3 ചൊവ്വ ഞാൻ അമ്മയ്ക്ക് കുങ്കുമം സമർപ്പിച്ചേക്കാം. എൻ്റെ ഈ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞുവല്ലോ, അതെന്താഗ്രഹമാണെങ്കിലും അതെനിക്ക് സാധിച്ചു തരണം അമ്മേ എന്നുള്ളത് പ്രാർത്ഥിക്കുക. ഈ 3 ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് അമ്മയ്ക്ക് നാരങ്ങാമാല സമർപ്പിക്കാൻ പറ്റിയത് നല്ലതാണ്. ഇല്ലെങ്കിൽ ആദ്യത്തെ, അതായത് നാളത്തെ ചൊവ്വാഴ്ച മാത്രം സമർപ്പിച്ചാലും മതിയാവും. അത് നിങ്ങളുടെ കയ്യിലെ പൈസയുടെ ഒരു ലഭ്യത അനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. കുങ്കുമം സമർപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ കുങ്കുമം നമ്മൾ കയ്യിൽ വെച്ച് നമ്മുടെ ആദ്യത്തെ സങ്കല്പം നമ്മളോട് ദേവിയോട് പറഞ്ഞതിന് ശേഷം ഹ്രീം എന്നുള്ള മന്ത്രം, അത് ബീജമന്ത്രമാണ്, അത് നമ്മൾ ദേവിയെ നോക്കി 27 തവണ ജപിക്കണം. ആ ഒരു കുങ്കുമം കയ്യിൽ വെച്ച് തന്നെ. എന്നിട്ട് അത്
ശ്രീകോവിലിൻ്റെ നടയ്ക്കൽ ഈ ഒരു കുങ്കുമം നമ്മൾ സമർപ്പിച്ചിട്ട് ശ്രീകോവിലിന് ചുറ്റും 3 പ്രാവശ്യം നമ്മൾ പ്രദക്ഷിണവും ചെയ്യണം. ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ശ്രീകോവിലിൻ്റെ മുൻപിൽ വന്ന് നിന്നിട്ട് അമ്മയോട് ഇതേ ആഗ്രഹം വീണ്ടും പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഉപദേവതകളെയൊക്കെ തൊഴാം. ഇതിൽ തന്നെ നാരങ്ങാമാലയ്ക്ക് പകരമായിട്ട് ആര്യവേപ്പ് വീട്ടിലുണ്ട്, നിങ്ങൾ കെട്ടിക്കൊണ്ടു പോയാൽ അത് ക്ഷേത്രത്തിൽ സ്വീകരിക്കുമെന്നുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല കൊണ്ടുള്ള മാല കെട്ടിക്കൊണ്ട് പോകുന്നത് വളരെയധികം ഉത്തമമാണ്. എത്ര ക്ഷേത്രങ്ങളിൽ അത് സ്വീകരിക്കും നാട്ടിലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ അത് സ്വീകരിക്കുമെന്നുണ്ടെങ്കിൽ നാരങ്ങാമാലയോടൊപ്പം തന്നെ നമുക്ക് നാളത്തെ ദിവസം ആര്യവേപ്പിൻ്റെ ഇലയ്ക്കും ഫലം തരുന്നതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി കുങ്കുമം സമർപ്പിച്ചിട്ട് വീട്ടിൽ ദേവി ഫോട്ടോയ്ക്ക്, ഞാൻ പറഞ്ഞു വാരാഹി അമ്മയ്ക്കോ ദുർഗാദേവിക്കോ ഏത് ദേവിക്ക് വേണമെങ്കിലും നാളത്തെ ദിവസം ആര്യവേപ്പിൻ്റെ ഇല സമർപ്പിക്കാവുന്നതാണ് മാല കെട്ടി. അതേപോലെ വീടിൻ്റെ വാതിലിൻ്റെ 2 സൈഡിലും നാളെ വേപ്പില തോരണം വെക്കാനായിട്ട് മറക്കരുത്. ഇനിയിപ്പം നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യാനിത് പറ്റില്ല, അടുത്ത ദേവീക്ഷേത്രമില്ല, നിങ്ങൾ വെളിയിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നാളെ ചൊവ്വാഴ്ച വരുന്ന ചൊവ്വാഹോരയിലോ, കാരണം ചൊവ്വാഹോരയിൽ മുരുകപൂജ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കാര്യവും ചെയ്യാം. അപ്പോൾ നാളത്തെ ദിവസം ചെയ്യേണ്ടത് ശിവകുടുംബ ഫോട്ടോയുണ്ടെങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കി വെക്കുക. അങ്ങനെയല്ല ശിവപാർവതി ഫോട്ടോയാണെങ്കിൽ അത് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ മാല കെട്ടി ചാർത്താൻ പറ്റുമെങ്കിൽ ചെയ്യണം. അതായത് പകുതി കൂവളത്തിലയും പകുതി മുല്ലപ്പൂവോ പിച്ചിപ്പൂവോ റോസപ്പൂവോ, അതായത് ഭഗവാൻ മഹാദേവൻ്റെ ഭാഗം വരുന്നിടത്ത് കൂവളത്തിലയും ദേവിയുടെ ഭാഗം വരുന്നിടത്ത് ഇപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ മാലയായാലും മതിയാവും, അങ്ങനെ ചാർത്തുക. കാരണം നാളെ പ്രദോഷമായതുകൊണ്ട്. അങ്ങനെ അല്ലെങ്കിൽ കൂവളത്തിലെയും ആര്യവേപ്പിൻ്റെ ഇലയും അങ്ങനെയാണെങ്കിലും മതിയാവും. അതൊക്കെ നമുക്ക് വളരെ നല്ല ഫലങ്ങൾ നമുക്ക് തരുന്നതാണ്. അത് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ലഭ്യത അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാല കോർക്കുക. മാല കോർത്ത് അത് മഹാദേവന് ചാർത്തിയിട്ട് മുരുക ഭഗവാൻ ആസ് യൂഷ്വലായിട്ട് എന്താണോ ചാർത്തേണ്ടത് അത് മുരുക ഭഗവാൻ അരളിപ്പൂവോ റോസപ്പൂവോ നിങ്ങൾക്ക് കിട്ടുന്ന പൂവോ അല്ലെങ്കിൽ ഒരു പുഷ്പം സമർപ്പിച്ച് മുരുക ഭഗവാന് വെറ്റില ദീപം കൊളുത്തുന്നവർ വെറ്റില ദീപം, തുവരപ്പരിപ്പ് ദീപം കൊളുത്തുന്നവർ തുവരപ്പരിപ്പ് ദീപമൊക്കെ കൊളുത്തി ഭഗവാന്റെ മുൻപിലിരുന്ന് സാധാരണ നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങൾ, അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഓം ശരവണ ഭവായ നമഃ എന്നുള്ള മന്ത്രം 27 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് ഭഗവാൻ ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും മുൻപിൽ ഇരുന്നിട്ട് ദേവിക്ക് നമ്മൾ കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്യണം. ഇന്ന് തന്നെ നിങ്ങളൊരു പുതിയ കുങ്കുമ പാക്കറ്റ് മേടിക്കുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ അതേ മന്ത്രം ഹ്രീം എന്നുള്ള മന്ത്രം 27 തവണ ചൊല്ലി അല്പമായിട്ട് ദേവിക്ക് നമ്മൾ കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടിൽ ശ്രീചക്രം ഉണ്ടെങ്കിൽ ശ്രീചക്രത്തിന് അർച്ചന ചെയ്താലും മതിയാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സങ്കല്പം എടുക്കണം. ഇപ്പം ആദ്യത്തെ പ്രാവശ്യം ക്ഷേത്രത്തിലാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ ബാക്കി തുടർന്ന് വരുന്ന 3 അല്ലെങ്കിൽ 4 ചൊവ്വാഴ്ചകളിലും ക്ഷേത്രത്തിൽ തന്നെ നമ്മൾ ഇത് സമർപ്പിക്കണം. ഇനി അങ്ങനെയല്ല വീട്ടിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇത് ചെയ്യണം. ആ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ എങ്ങനെയാണോ നമ്മൾ സങ്കല്പം എടുത്തത് അതേ രീതിയിൽ ഇവിടെയും നമ്മൾ സങ്കല്പം എടുക്കുകയാണ്. ദേവി, ഞാൻ ഇത്ര ആഴ്ച അമ്മയ്ക്ക് കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്തേക്കാം, എൻ്റെ ഈ ഒരു ആഗ്രഹം കർക്കിടക മാസം തീരെ മുൻപ് എനിക്ക് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഹ്രീം എന്നുള്ള മന്ത്രം ചൊല്ലി നമുക്ക് ദേവിക്ക് കുങ്കുമം സമർപ്പിക്കുകയാണ്. വീട്ടിൽ നാരങ്ങാമാല ഫോട്ടോയ്ക്ക് ചാർത്താൻ പറ്റുമെങ്കിൽ ചാർത്താം. വേപ്പിൻ്റെ ഇല ഞാൻ പറഞ്ഞുവല്ലോ, അതൊക്കെ അവരവരുടെ താല്പര്യം അവരവരുടെ സമയമനുസരിച്ച് എങ്ങനെയാണെങ്കിലും ചെയ്യാം. നാളത്തെ ദിവസം നമ്മൾ കുങ്കുമ അർച്ചന ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. വീട്ടിൽ ശിവലിംഗമൊക്കെ ഉള്ളവർ നാളത്തെ ദിവസം ശിവലിംഗത്തിനും വേലുണ്ടെങ്കിൽ വേലിനും ദേവിയുടെ വിഗ്രഹമുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടി ഒന്നിച്ച് വെച്ച് അഭിഷേകം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ വളരെ നല്ല കാര്യം തന്നെയാണ്. നാളത്തെ ദിവസം ഈ 3 പേരും ഒന്നിച്ചുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും 3 പേർക്കും അവരുടേതായ രീതിയിലുള്ള വഴിപാടുകൾ കഴിപ്പിക്കുന്നതുമൊക്കെ ഒരുപാട് നല്ല ഫലങ്ങൾ നമുക്ക് നൽകും. കർക്കിടക മാസത്തിൽ സാധാരണ ചൊവ്വാഴ്ച ആകുമ്പോൾ ദേവിയെയും മുരുകനെയും ഒന്നിച്ചാണ് പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം മഹാദേവൻ്റെ പ്രദോഷവും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടിയിട്ട് അധികം ഓസ്പീഷ്യസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. നാളെ ചൊവ്വാഹോരയിൽ മുരുക ഭഗവാന് സാധാരണ ദീപം കൊളുത്തിയിട്ട് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ചൊല്ലിയിട്ട് ദേവിക്ക് ഹ്രീം എന്നുള്ള മന്ത്രം 27 തവണ ചൊല്ലി നമ്മൾ കുങ്കുമം അർച്ചനയും ചെയ്തതിന് ശേഷം നാളെ പ്രദോഷവും കൂടി ആയതുകൊണ്ട് ഓം ഹ്രീം നമഃശിവായ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് 108 തവണ ജപിക്കാവുന്നതാണ്.
മഹാദേവനെയും പാർവതീദേവിയെയും ഒന്നിച്ച് പ്രാർത്ഥിക്കാനും അവരുടെ രണ്ടുപേരുടെയും അനുഗ്രഹം ഒന്നിച്ച് ലഭിക്കാനും വളരെയധികം മഹത്തരമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു മന്ത്രം നിങ്ങൾ 108 തവണ മറക്കാതെ ജപിക്കണം. ഇപ്പം രാവിലെ നിങ്ങൾക്ക് കുങ്കുമാർച്ചന ചെയ്തിട്ട് ഈവനിങ്ങിൽ വരുന്ന പ്രദോഷ സമയം 4:30 മുതൽ 6 മണി വരെ വരുന്ന ആ ഒരു സമയത്തും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഒന്നിച്ച് ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഒന്നിച്ച് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഒന്നിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ചെയ്യുന്നതും എല്ലാവരും ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കും. അർച്ചന ചെയ്യുന്ന കുങ്കുമം നമുക്ക് നമ്മുടെ സിന്ദൂര രേഖയിലും അതുപോലെ നെറ്റിയിൽ പൊട്ട് തൊടാനും ഒക്കെ ആയിട്ട് എടുക്കാം. വെറുതെ പാഴാക്കി കളയരുത്. വളരെ കുറച്ച് കുങ്കുമം മാത്രം എടുത്ത് അർച്ചന ചെയ്താൽ മതിയാവും. കാരണം അത്രമാത്രം പവിത്രമായിട്ടുള്ളൊരു മന്ത്രം ചൊല്ലിയാണ് നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് വളരെയധികം പ്രാധാന്യവുമുണ്ട്. അപ്പം വെളിയിലൊക്കെ നിങ്ങൾ യാത്രയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ തൊട്ടിട്ട് പോയാൽ അതൊരു കവചമായിട്ട് നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.